ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതാ ഈ ഒരു പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് കേട്ടോ. നല്ല പച്ച തേങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ അത് ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് നല്ലോണം അരച്ചെടുക്കണം. പിന്നെ ഇതാ ഒരു 2 ഏലക്കായ പൊട്ടിച്ചിട്ട് അതിൻ്റെ സീഡ് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ അര കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ വാനില എസൻസ് ആണെങ്കിൽ അര ടീസ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇപ്പോൾ ഞാൻ ഒരു 4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണും ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതൊക്കെ നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഞാനിപ്പം 4 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഒതുക്കിയിട്ട് വരാം കേട്ടോ, അരച്ചെടുക്കണ്ട. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 മുട്ടയാണ്. ഇപ്പം മുട്ടയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂണ് മൈദയാണ് കേട്ടോ. അപ്പം മൈദ നിങ്ങൾ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കണം. ഞാനിപ്പം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം. അപ്പോൾ മൈദയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങയൊക്കെ നല്ലോണം ഒന്ന് അരഞ്ഞ് വരണം. ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനൊരു ഫ്രൈ പാന് സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂണ് ഗീ ആണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. ഗീയോ അല്ലെങ്കിൽ ബട്ടറോ യൂസ് ആക്കാം. എന്നിട്ട് ഒരു 1/4 കപ്പോളം ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടില്ലേ, അതിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി ഇത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. കൈവെക്കാണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗീയും തേങ്ങയും ഒന്ന് മിക്സായിട്ട് വരുമ്പം അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പം 1.5 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ലേ. ഇതൊന്ന് കാരമലൈസ് ചെയ്തിട്ട് വരണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് കളറൊക്കെ മാറി വരുന്നത് വരെ റോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ആയിട്ട് വരണം. ഇതുപോലെ ആകുമ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ആക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോള ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് 1.5 ടീസ്പൂണ് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മെൽട്ടായി വരുമ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ലേ തേങ്ങയും മുട്ടയൊക്കെ, ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കൺസിസ്റ്റൻസി. ഇതുപോലെ ഓവറായിട്ട് ലൂസ് ആവും വേണ്ട, എന്നാൽ ടൈറ്റ് ആവും വേണ്ട കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി വേണം ആക്കിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒന്ന് സെറ്റായി വരില്ല. ആ സമയം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങയില്ലേ, അത് നേരെ പകുതിയോളം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ആ പോളക്ക് തന്നെ ഒന്ന് ഒട്ടിപ്പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ബാക്കി നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഏകദേശം എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെക്കാം കേട്ടോ. ഒരു 40 മിനിറ്റോളം നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വെക്കാൻ. പിന്നെ എൻ്റെ പാത്രം നിറയെ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നേനെ കേട്ടോ. അപ്പോൾ കുറച്ച് കുഴിയിലെ പാത്രത്തിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പോള റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ച് റോസ്റ്റ് ചെയ്ത തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ പോള റെഡി ആയിട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വീട്ടിൽ ഒന്നുമില്ലെങ്കിലും തേങ്ങ എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോള റെഡിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്യലാം.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും.